ഹേയ് ഗായ്സ്, അപ്പോൾ ദാണ്ട് രാവിലെ തന്നെ എണീറ്റപ്പോൾ ദാണ്ട് ഒരു മൂഡ് ഓഫ് ആണ് ഗായ്സ്. എന്തായാലും നമുക്കൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. നമ്മളെ ഫ്രണ്ട്സും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ടിക്കറ്റ് ഞാൻ എടുക്കാൻ വന്നിട്ടുണ്ട്, നമ്മുടെ ഫ്രണ്ട്സിന്. അതേപോലെ തന്നെ നമ്മൾ പോകുന്നത് ഊട്ടി അങ്ങോട്ടൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നമ്മളെ ടിക്കറ്റ് കൗണ്ടറിൽ അങ്ങനെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങളോടൊരു ചോദ്യം, നിങ്ങൾക്ക് ടൂർ പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്വിസ്റ്റ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ അങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ന് വർക്കിംഗ് ആവുന്നത് ബസ് കൗണ്ടറാണ്. മെട്രോ ഇല്ല, ട്രെയിനും ഇല്ല, പ്ലെയിനും ഇല്ല. ഈ മൂന്നെണ്ണം ഇന്ന് ക്ലോസ് ആണ്, കാരണം ടിക്കറ്റ് ഫുള്ളായിട്ട് കഴിഞ്ഞതായിരിക്കും, അതാവാൻ സാധ്യത. ബസ് ടിക്കറ്റിൻ്റെ ആൾ ഇവിടുന്ന് പോയിട്ടില്ല, ബാക്കിയെല്ലാം അടച്ചു പൂട്ടി പോയി ഗൈസ്. അപ്പോൾ ഇനി നമ്മളെന്തായാലും ടിക്കറ്റ് എടുത്തേ നോക്കൂ. ഞാൻ എന്തായാലും ഒരു ടിക്കറ്റ് ആദ്യം എടുത്ത് നോക്കട്ടെ ഗൈസ്. ടിക്കറ്റ് അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടിട്ട് എക്സ്പയർഡായി പോലെ ഉണ്ട് കേട്ടോ. ഞാൻ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഇതിൻ്റെ പേരൊന്നും എഴുതിയിട്ടില്ല. ചേട്ടാ ഇത് ഗൈസ് എനിക്ക് വേണ്ട, ഞാൻ പോവാണേ ഗൈസ്. എന്തായാലും നമ്മളെ ട്രിപ്പ് അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. നമ്മളെ ഈ ഒരു സിറ്റിയിൽ ഡെയിലി ട്രിപ്പ് പോലെ കൊണ്ടുപോകുന്നൊരു ബസ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ നമ്മുടെ ഷോറൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഷോറൂമിൽ ഇനി നമ്മളെ ഈ ഒരു ബസ് കാട്ടാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ബസ് കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യും. അതുപോലെ തന്നെ മുകളിൽ മൊത്തം പ്ലേയിങ് സെറ്റപ്പ് ആക്കും. അതായത് സ്വിമ്മിംഗ് പൂള്, ഗെയിമിംഗ് സെറ്റപ്പ് പിന്നെ ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ അകത്തായിരിക്കും. അപ്പോൾ മുകളിൽ മൊത്തം പ്ലേ ചെയ്യാൻ പറ്റിയ ഒരു ബീച്ചിൽ പോയാൽ എങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബസ്സിൻ്റെ മുകൾ ഭാഗം നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളിത് ഒറ്റയ്ക്ക് ചെയ്താൽ MVD വന്ന് പിടിക്കുന്നതാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ബസ്സിൻ്റെ ഓണറായ സാറിനോട് പോയി ചോദിച്ചു നോക്കാം. സാറേ, ഈ ഒരു ബസ്സിൻ്റെ മുകൾ ഭാഗം സ്വിമ്മിംഗ് പൂളൊക്കെ എങ്ങനെ ഉണ്ടാവും? എന്റെ മോനെ, ഞാൻ പറയുന്നൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ ബസ്സിന്റെ അകത്തല്ലേ നല്ലത്. അകത്തോ? അല്ല, എന്റെ ഒരു ഐഡിയ പറഞ്ഞാണ്. നിനക്ക് ഏതാ ഇഷ്ടമെങ്കിൽ മുകളിലാക്കിക്കോ, എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. എങ്കിൽ സാർ ഈ പേപ്പറിൽ ചെറിയൊരു ഒപ്പിട്ട് തരൂ. ഓഹോ, അതിനാണാ. അങ്ങനെ നൈസായിട്ട് നമ്മുടെ സാറിൻ്റെ കയ്യിൽ നിന്ന് ഒപ്പും വാങ്ങി ഞാനിങ്ങ് പോന്നു. അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാദ്യം കൊണ്ടുപോയി നമ്മുടെ വീടിൻ്റെ അവിടെ കൊണ്ടുപോയി വെക്കണം ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് പണി. ഇനി സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ ഇനി ഉണ്ട്. ഒന്നല്ലേ ഞാൻ ഇതിന് മുകളിൽ സ്വന്തമായിട്ടൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലത്തെ സ്വിമ്മിംഗ് പൂൾ വെക്കാനാണ് പ്ലാൻ കേട്ടോ ഗൈസ്. എന്തായാലും നമ്മുടെ താറുകൊണ്ട് പോയാലേ ബാക്കി പണിയൊക്കെ നടക്കുകയുള്ളൂ. കാരണം ബീച്ചിൻ്റെ സൈഡിലാണ് ഇങ്ങനത്തെ ഷോപ്പുള്ളത്. നമുക്കിതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ സ്വിമ്മിംഗ് പൂളിൽ ഉപയോഗിക്കാൻ പറ്റിയ ട്യൂബും അതേപോലെ തന്നെ ബോൾസൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താറെടുത്ത് തന്നെ പോകണം ഗൈസ്. റോഡിൽ ഇറങ്ങിയപ്പോൾ താണ്ട് ഒരു വണ്ടി വരുന്നുണ്ട്, നമുക്കിതിനെ കൈ കാണിക്കാം ഗൈസ്. അങ്ങനെ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ ചേട്ടനും എന്തോ ബൈക്ക് എടുക്കാൻ വേണ്ടി വന്നതെന്ന് തോന്നുന്നു. ബൈക്കിൻ്റെ കൂട്ടം എന്തോ ഫോണിൽ പറയുന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളെ സൈറ്റിൻ്റെ അടുത്താണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഇവിടുന്ന് കുറച്ച് സിമൻറ്റും അതേപോലെ തന്നെ കുറച്ച് കല്ലുകളൊക്കെ എടുക്കാനുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ 2 സെറ്റ് കല്ലുണ്ട്, അതേപോലെ തന്നെ സിമൻറ്റും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇനി നമുക്ക് കൊണ്ടുപോകാം. ഈ 2 സെറ്റ് കല്ലുകളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കണ്ടോ ഗൈസ്, ഈ 2 സെറ്റ് കല്ലും അതേപോലെ തന്നെ സിമൻറ്റും ഞാൻ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിലത്തെ സീറ്റ് മടക്കിയിട്ട് അതിൽ നമ്മൾ ഒരു പായ് വിരിച്ചിട്ട് അതിലിടാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ഉള്ളിലൂടെ പണിയെടുത്ത് ഗൈസ്. നമ്മുടെ താർ റോക്സ് എന്നേലൊക്കെ നമുക്ക് ഇന്ത്യൻ ബൈസിലായിട്ട് കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ ആരും വരാത്തത് കൊണ്ട് ഈ ബീച്ചിൽ ഇപ്പം അങ്ങനെ ആരും വരലൊന്നുമില്ല. അപ്പോൾ അതിന് കാരണം ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടാണ്. ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് ഈ ഉച്ച സമയം രാവിലെ സമയമൊന്നും ആരും അങ്ങനെ വരാറില്ല. വൈകുന്നേരം ഒരു 5-6 പേരൊക്കെ ഇവിടെ കാണാറുണ്ട്. കുറച്ച് പേരേ ഉള്ളൂ വൈകുന്നേരം ഉണ്ടാവാറ്. പക്ഷേ ഞാൻ ഇവിടുന്ന് ഒന്നും എടുക്കുന്നില്ല. ഒക്കെ നമ്മുടെ ഇവിടെ അടുത്തൊരു ഷോപ്പുണ്ട്, അതിൽ പോയി എടുക്കുകയാണ്. ഇനിയിപ്പോൾ അവിടുന്ന് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ പോയതിൻ്റെ പേരിൽ പരാതിയൊന്നും വേണ്ട വെച്ചിട്ട് ഞാൻ എടുക്കുന്നില്ല ഗൈസ്.
അപ്പോൾ ഇതാണ് കട കേട്ടോ. ഈ കടക്കാരൻ അവിടെ തന്നെ ആയിരുന്നു, പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഗൈസ് ഇത് ഞാൻ പറഞ്ഞെടുത്ത് വെച്ച കുറച്ച് സാധനങ്ങളാണ് ഈ സൈഡിൽ, ഈ 2 സൈഡിലും കാണുന്നത് കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് ഒരു ബോൾ വേണം. അപ്പോൾ ട്യൂബ് ഞാൻ എന്തായാലും അവിടെ നിന്ന് എടുക്കുകയാണ് ഗൈസ്. ഇതേ നമ്മുടെ ബസ് അങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് ഞാൻ ഉണ്ടാക്കിയ സ്വിമ്മിംഗ് പൂളാണ്. നമ്മുടെ വീടിൻ്റെ അതേപോലെ ഒരു കോപ്പി ചെയ്തെങ്ങാണ്ട് ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ് ഗൈസ് ഇത്. സ്വിമ്മിംഗ് പൂൾ അങ്ങനെ കോപ്പി ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു പമ്പിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്. പമ്പൊക്കെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ സാധനം നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 800 ലിറ്റർ വാട്ടറാണ് ഇപ്പോൾ ഈ ഒരു ക്യാനിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുകയാണ് ഗൈസ്. ദാണ്ടെ വെള്ളം ചാടി തുടങ്ങി ഗൈസ്. ഇത് സ്വിമ്മിംഗ് പൂൾ നിറഞ്ഞാൽ എങ്ങനെ ഇരിക്കും കാണാൻ. എൻ്റെ മോനെ ഗൈസ് അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ആദ്യമായിട്ടാണ് ഞാൻ ഓടുന്ന ബസ്സിൽ സ്വിമ്മിംഗ് പൂൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 2 ദിവസം ഫ്രീ ആണ് ഈ ഒരു റൈഡ് എന്ന് പറഞ്ഞാൽ. എൻ്റെ മോനെ ഗൈസ് സീന്. നമ്മുടെ കൂട്ടുകാരന്മാരാണ് ഇതൊക്കെ. നമ്മളെ ഡ്രൈവർ നമ്മളെ സാറാണ്, നമ്മൾ ഈ ബസ്സിൻ്റെ ഒറിജിനൽ മുതലാളി. പക്ഷേ ഈ ബസ് ഞാനിപ്പോൾ വാങ്ങിയതുകൊണ്ട് ഇപ്പോൾ ഇതെൻ്റെ ബസ്സായിട്ടുണ്ട്. പക്ഷേ 2 ദിവസം ഇയാളാണ് ഓടിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മളൊരു ഡെയിലി ആയിട്ട് ഒരു ഡ്രൈവറിനെ സെറ്റ് ചെയ്യേണ്ടി വരും ഗൈസ്. ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബൈ.